ഹലോ! നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് സുനന്ദയെ കല്യാണം കഴിക്കണം എന്നൊക്കെ നമ്മൾ നിധി തീരുമാനിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്തായാലും അമ്പലത്തിലേക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ സുനന്ദയ്ക്ക് എത്താൻ പറ്റിയില്ല. സുനന്ദയുടെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സുനന്ദയെ. എന്തായാലും സുനന്ദയ്ക്ക് ആ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ സ്വന്തം അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതൊരു മകൾക്കും അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കും. സമയം 11:30 നമ്മൾ സുനന്ദയെ കാണാതായപ്പോൾ നമ്മളെ നമ്പൂതിരി വന്ന് പറഞ്ഞു, ഞങ്ങൾ നട അടയ്ക്കാൻ പോവുകയാണ്, പെണ്ണ് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ആ കെട്ട് ഇനി നടക്കില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. പെണ്ണ് വന്നിട്ടില്ല. അപ്പോൾ ദക്ഷിണയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വേണോന്ന്. അപ്പോൾ നമ്മളെ നമ്പൂതിരി പറയാണ്, ഈശ്വര നിശ്ചയം ഇല്ലാത്ത ഈ ഒരു വിവാഹത്തിന് എന്തിനാണ് ദക്ഷിണയുടെ ആവശ്യം? താലി തിരികെ ഏൽപ്പിക്കുന്നുണ്ട്. നമ്മളെ സുഭാഷ് ഏട്ടൻ പോയിട്ട് ആ താലി വാങ്ങുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും, അത്രയും സങ്കടമുണ്ട് സുഭാഷ് ഏട്ടന്. ഒരുപാട് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം സുനന്ദയെ സ്വന്തമാക്കാൻ പറ്റുമെന്ന്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് കേട്ടോ അയാൾ. എന്തായാലും നമ്മൾ സുധീഷിൻ്റെ അടുത്ത് താലി കൊടുക്കുന്നുണ്ട്. നീയല്ലേ ഇത് വാങ്ങിച്ച്, നീ അവിടെ വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ അനിയന്മാരെയും നിധിയെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ സുഭാഷ് ഏട്ടൻ പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടനോട് ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട്. പണിക്ക് പോയി വന്നതിന് ശേഷം അവർ അനിയന്മാർ കൂടി സംസാരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പിന്നെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ വന്ന വഴിക്ക് നമ്മളെ നിധി പോയിട്ട് മാപ്പ് സുഭാഷ് ഏട്ടൻ മാപ്പ്, വീണ്ടും വീണ്ടും ഇങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിധിക്ക് ഇപ്പോഴും ആ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല. കാരണം അവൾ കാരണമാണ് എല്ലാവരും ദുഃഖിക്കേണ്ടി വന്നത്. എക്സ്പെഷ്യലി നമ്മുടെ സുഭാഷ് ഏട്ടന് ഇത്രയും സങ്കടം വന്നത് അവൾ കാരണമാണ്. അവളാണ് ഇതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചത്. അവളിങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു നാടകവേഷത്തിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ അഭിനയിക്കില്ലായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. കാരണം താൻ കാരണം വേറൊരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒരു സങ്കടം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ജീവിതത്തിലെ ഇത്രയും വലിയൊരു തീരുമാനമൊക്കെ നമ്മളായിട്ട് ഒരാൾ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സങ്കടം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവളോട് പറയുന്നുണ്ട്, എന്തിനാ മോളെ കരയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവളോട് വാ നമുക്കൊന്ന് പുറത്ത് പോയി സംസാരിക്കുക, ഒരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ മനസ്സൊന്ന് ശാന്തമാവും, നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ നിർബന്ധിക്കുന്നുണ്ട്, മോളെ ഒന്ന് പുറത്ത് പോയിക്കോ, അപ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും, നീ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വെളിയിൽ വന്നിട്ട് നമ്മളെ സുധീഷും നിധിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. നിധിയാണെങ്കിൽ ഇങ്ങനെ തെറ്റിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാരണമാണ്, എല്ലാം ഞാൻ കാരണമാണ്, ഒന്നും വേണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സുഭാഷ് ഏട്ടന് നല്ല ജീവിതം കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ എന്നായാലും ഞാൻ ഈ വീട് വിട്ടു പോകേണ്ടതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി വന്ന് കയറണം, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു വെച്ച ആ കാര്യങ്ങൾ ശരിയായിട്ട് പിന്നെയും കണക്കാക്കും. അങ്ങനെ പാടില്ല. സുഭാഷ് ഏട്ടൻ്റെ ഭാര്യ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും, എന്നാലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. പിന്നെ സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടനെ പോലെയാണ് ഞാൻ സുഭാഷ് ഏട്ടനെ കാണുന്നത്. എനിക്ക് ആ സ്നേഹവും കരുതലും ബഹുമാനമൊക്കെ സുഭാഷ് ഏട്ടനോട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്തോ പോലെ ആയിട്ടോ. കാരണം എന്തായാലും അവൾ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവനും ആകെ സങ്കടമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. അത് മാത്രമല്ല, അതും ഉണ്ട്, പക്ഷേ എനിക്ക് സുഭാഷ് ഏട്ടനൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. കൂടെ എനിക്ക് ഇതും കൂടി ഉണ്ട്, എന്നാൽ എനിക്ക് ഇവിടുന്ന് പോകാമെന്നുള്ള തീരുമാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സുധീഷിന് വന്ന നഷ്ടത്തെക്കുറിച്ച് സുധീഷ് അതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. താലി സുധീഷാണ് വാങ്ങിച്ചത്, അപ്പം അതിന് ഇത്ര പൈസയായി, പിന്നെ ഞാൻ 2 ഗ്രാമിൽ ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അതിൻ്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഇത്ര ചിലവായി എന്ന് പറഞ്ഞിട്ടുള്ളൂ, താൻ എന്താ എപ്പോഴും പൈസ തരാം അത് തരാം ഇത് തരാമെന്ന് പറയുന്നത്, തൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഗോൾഡിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ, അന്ന് മേടിച്ചതിൻ്റെ ബാക്കി വഴി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷിന് തന്നെയും കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരണ്ടില്ലായിരുന്നു എന്ന് തോന്നി. കാരണം അവൻ എന്തായാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിധിയുടെ അടുത്തുനിന്ന് കിട്ടി. ഒന്ന് അവിടുന്ന് പോകുന്ന കാര്യം നിധി സൂചിപ്പിച്ചപ്പോൾ അവന് സങ്കടം വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിധി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം അവൾ ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ സുധീഷ് അവളോട് നീ അകത്തേക്ക് പോയിക്കോ, നിന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ വേണം പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം സുധീഷിനെ പറയുന്നുണ്ട്, ഞാൻ തന്നെ അകത്തേക്ക് കയറി പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ ജോലിയിൽ തന്നെയാണ്. അങ്ങനെ അനിയന്മാർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സുധീഷാണ് ചോദിക്കുന്നുണ്ട്, ഇന്ന് കാപ്പിയൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ അനിയന്മാർക്ക് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇത്രയൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ, ചായ വേണമെങ്കിൽ തനിയെ ഇട്ട് കുടിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഭാസ്കരൻ അച്ഛനാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് എന്താടാ കഴിക്കാൻ, പലഹാരമൊന്നും ഇല്ലേ, ഇന്നും രാവിലെ തന്നെ ചോറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോറും സാമ്പാറൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ സുധീഷ് ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ ഭാസ്കരൻ അച്ഛൻ സുധീഷിനെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ
നിതീഷിന്റെ വലിയൊരു കള്ളത്തരം പൊളിയുന്നുണ്ട് ട്ടോ. അവൻ ട്രാവൽസിന്റെ ഓണറാണെന്നാണ് നമ്മളെ നിധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല അതിന്റെ സത്യം. ഒരാളുടെ കീഴിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് നമ്മളെ നിധിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും ഭാസ്കരൻ അച്ഛന് കുളമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. എന്ത് പൊന്നും മോളെ, നീ ഇങ്ങനെയൊക്കെയാണോ അവൻ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതും ആ കള്ളത്തരവും അവിടെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നാച്ചുറലി ഏതാ എന്ന് പൊളിയും അന്ന് ഇത് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ദിഷാണെങ്കിൽ പറയുന്നുണ്ട്, അന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കള്ളത്തരങ്ങൾ പൊളിഞ്ഞ സമയത്ത് നിങ്ങൾ ഇതും കൂടി പറയണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ സുധീഷിന്റെ മുഖത്ത് നോക്കി. അപ്പോൾ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും ഒക്കെ കളിയാക്കി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ സുധീഷിന് എന്തായാലും നാണം കെട്ട അവസ്ഥയായിട്ടോ. എങ്ങനെയെങ്കിലും നിധിയുടെ മനസ്സിലൊന്ന് ഇടം പറ്റി വരാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില സീൻ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തായാലും സുധീഷിനോട് നിധിക്ക് കുറച്ച് ഇഷ്ടം തോന്നി തുടങ്ങി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള സുധീഷിന്റെ ഓരോ കള്ളത്തരങ്ങൾ പൊളിയുമ്പോൾ അതില്ലാതെയാവുന്നത് പോലെ നമുക്ക് തോന്നും ട്ടോ. എന്തായാലും നിധിക്ക് നല്ലോണം ചടച്ചിട്ടുണ്ട്. എല്ലാ കള്ളത്തരവും പൊളിഞ്ഞ്, പക്ഷേ ഇങ്ങനൊരു കള്ളത്തരം കൂടി എന്തായാലും നിധിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് അങ്ങ് വിചാരിച്ചു കാണില്ല. അച്ഛനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഒരു മുതലാളി എങ്ങനെയാ മോളെ നിന്റെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വരിക? അങ്ങനെ തോന്നുന്നുണ്ടോ? നിന്റെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ടല്ല അവൻ വന്നത്, പിന്നെ നീ അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കള്ളത്തരവും ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമ്മുടെ സുധീഷിന്റെ കള്ളത്തരങ്ങൾ ഇനി എന്തൊക്കെയാണ് പൊളിയാൻ കിടക്കുന്നത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ രാവിലെ നമ്മളെ നിധിയാണെങ്കിൽ തുണിയൊക്കെ ആറിയിടുമ്പോൾ സുധീഷ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ട്ടോ, ഞാൻ അങ്ങനെയല്ല നിധി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ ആദ്യമേ അന്ന് പറഞ്ഞു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ കള്ളത്തരത്തിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. എന്തായാലും നിധിക്ക് കുറച്ച് ചടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ, എനിക്ക് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് എന്തിനാ ദേഷ്യം, നിങ്ങൾ ഈ പറയുന്ന കള്ളത്തരങ്ങൾ എന്നെ ബാധിക്കുന്ന കാര്യമില്ല, നിങ്ങൾക്ക് എന്തു ആവാലോ, അങ്ങനെ ഓരോന്ന് നമ്മളെ നിധി സുധീഷിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ ഉത്തരം മുട്ടിയ അവസ്ഥയായി പോയി. ഇനി എന്തു പറയുന്ന അറിയാതെ സുധീഷ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായി പോട്ടോ. നിധിക്കാണെങ്കിൽ സുധീഷിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങാനുള്ള ഒരു അവസരം നമ്മൾ സുധീഷ് കൊടുക്കുന്നില്ല. ചില സമയത്ത് സുധീഷ് കുറച്ച് നാച്ചുറലി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിലാണ് അവനിങ്ങനത്തെ ഓവർ ആക്ടിങ് എന്ന് പറയുമ്പോൾ അത് നിധിയോടുള്ള ഇഷ്ടവും നിധിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ഓരോ ക്യാരക്ടറാണ് കേട്ടോ നമ്മുടെ സുധീഷിൻ്റെത്. പക്ഷെ ചില സമയത്ത് അത് നിധിക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഈ ഒരു കള്ളത്തരം കൂടി പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി സുധീഷിന് നിധിയുടെ മനസ്സിലൊരു ഇടം പറ്റാൻ അവസരമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.